Good morning, dear children. Welcome to Basic Science class. We are going to discuss more about motion. ചലനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നാം ഈ എപ്പിസോഡിൽ മനസ്സിലാക്കാൻ പോകുന്നു. Last class we have discussed about to make a toy. Have you seen this one? I mean the preparation or materials prepared for the construction of a toy. ഒരു ടോയ് നിർമ്മിക്കുന്നതിന് വേണ്ടി എടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. രണ്ട് ഡിസ്ക് പോലെ രണ്ട് പേപ്പർ കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. അതിലിവിടെ ഇങ്ങനെ 7 കളേഴ്സ് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബട്ടൺസ് ഉണ്ട്, ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്, ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. ഏതായിരിക്കാം ടോയ്? നിങ്ങൾ വിക്ടേഴ്സ് ചാനലിൽ കണ്ടു കാണും. യു ഹാവ് സീൻ ഇൻ വിക്ടേഴ്സ് ചാനൽ. See this. ഇതാണ് ആ ടോയ്. ടോയ് ഈസ് വർക്കിംഗ് നൗ. ടോയ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഒരു കുട്ടി ആ ചരട്, ആ ത്രെഡ് ഈ ഡിസ്കിന് ഇടയിലൂടെ വിട്ടിട്ട് ബട്ടൺസ് അവിടെ കോർത്ത് വിട്ടിട്ടുണ്ട്. അതിനുശേഷം അത് ടൈറ്റ് ചെയ്ത് രണ്ട് എഡ്ജിലും ഇങ്ങനെ വലിക്കുമ്പോൾ ആ കളർ അടിച്ച ഡിസ്കാണ് ഇതുപോലെ കറങ്ങുന്നത്. അപ്പൊ കളേഴ്സ് വല്ലതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കാണാൻ പറ്റുന്നില്ല. അതിന് പിന്നിലൊരു ശാസ്ത്ര തത്വമുണ്ട്. ന്യൂട്ടൺസ് കളർ ഡിസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്ക് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇല്ല എങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. അത് ആ ക്ലാസ്സിലേക്ക് പോക്കോട്ടെ. നമുക്കിപ്പോൾ ഇതിന്റെ മോഷൻ, we have to note down the motions that are happening here. Can you say? Just think, what motion is happening here when it is rotating around? From the board itself we can understand, no? And what will be the motion of this thread? Straight, in a straight line. നേർരേഖയിലൂടെയുള്ള ഒരു മോഷൻ ഇവിടെ ഈ ത്രെഡിന്റെ കാര്യത്തിൽ, ഈ ചരടിന്റെ കാര്യത്തിൽ കാണാൻ പറ്റും. വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നേർരേഖയിലൂടെയുള്ള ചലനം എന്താണ്. What will be the motion along the straight line? Just think. 2 types of motions we can see here now. And if you are thinking more, one more motion you can find it out. What will be that? While we are pulling this threads very fast, what will be the condition of the threads? അതിൽ എന്തെങ്കിലും അനക്കം കാണുന്നുണ്ടോ? ത്രെഡില് ഇങ്ങനെ ചുരുക്കി വലിച്ച് വിടുമ്പോൾ കണ്ടുപിടിച്ചു അല്ലേ? ഒരു ചെറിയ വൈബ്രേഷൻ വി ക്യാൻ സീ. ഒരു കമ്പനം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. നൗ ഈ മെറ്റീരിയൽസ് നിങ്ങൾ കൈറ്റ് വിക്ടേഴ്സിൽ കണ്ടു കാണും. യു ഹാവ് സീൻ ദീസ് മെറ്റീരിയൽസ് ഇൻ കൈറ്റ് വിക്ടേഴ്സ്. വാട്ട് ആർ ദേ? One paper here, one bangle, one rubber band, then one coin. What she done? ആ കുട്ടി എന്തായിരുന്നു ചെയ്തത്? ഒന്ന് ഓർത്തു നോക്കിക്കേ. നിങ്ങൾ ഉണ്ടാക്കി ടീച്ചർക്ക് വീഡിയോ അയച്ചിരുന്നു അല്ലേ? അയക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ടോയ് നിർമ്മിച്ച് അതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ടീച്ചർക്ക് തീർച്ചയായിട്ടും സെൻഡ് ചെയ്ത് തരണം, മറക്കരുത്. See this.
ഈ ഒരു കാഴ്ച ചില കുട്ടികളെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് ഈ കാണുന്നത്? ഒരു കിണറുണ്ട്. കിണറിൽ ഒരു കയറ് താഴോട്ട് പോയിട്ടുണ്ട് അല്ലേ? നമുക്ക് ഊഹിക്കാം അതിൻ്റെ അകത്ത് എന്താന്ന്. ചുമ്മാ കയറിടുവോ ആരെങ്കിലും? ഇല്ല, ബക്കറ്റിൽ കെട്ടിയ കയറാണ് കാണുന്നത്. ബക്കറ്റ് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നുണ്ട്. നമുക്കവിടെ ചിന്തിക്കാനുള്ള കാര്യം, ഈ കിണറിൽ നിന്ന് നമ്മൾ ബക്കറ്റിൽ വെള്ളം കോരി എടുക്കണം. അതിന് ആവശ്യത്തിനുള്ള ബലം നമ്മൾ എവിടെയാണ് പ്രയോഗിക്കുന്നത്? വെറുതെ ബക്കറ്റ് പൊങ്ങി വരുമോ മക്കളെ? നെവർ, ഒരിക്കലും വരില്ല. We have to use some force at somewhere. ഒരു ബലം എവിടെയോ കൊടുക്കണം. യൂഷ്വലി ഈ കയറ് ഇതിലൂടെയാണ് നമ്മൾ ഇട്ട് വരിക. ഒരു കപ്പി ഉണ്ടാവും അവിടെ അല്ലേ? ഒരു പുള്ളി ഉണ്ട് അവിടെ കിണറിന്റെ മുകൾ വശത്ത്. ഒരു ചെറിയ ചക്രം പോലുള്ള ഭാഗം കിണറുള്ള കുട്ടികൾക്കറിയാം. അല്ലെങ്കിൽ നമ്മളിപ്പം സെർച്ച് ചെയ്താലും കിട്ടും. നമ്മുടെ ടൗൺ അല്ലെങ്കിൽ നമ്മുടെ എക്സാക്ട് സിറ്റിക്കകത്ത് കിണറൊക്കെ റയർ വ്യൂ ആ. ആരെങ്കിലും ഗാർഡനിൽ സ്ഥാപിച്ചെങ്കിലേ ഉള്ളൂ ഭംഗിക്ക് വേണ്ടി. എനിവേ, നമ്മള് ആ കപ്പിയിലൂടെ കയറിട്ട് ബക്കറ്റ് കിണറ്റിലേക്ക് ഇറക്കുന്നുണ്ട്. ഇത് ആരാ കൺട്രോൾ ചെയ്യുന്നേ? പുറത്തൊരാള് നിൽക്കും അല്ലേ? നമ്മിൽ ആരെങ്കിലുമോ മുതിർന്ന ആരെങ്കിലുമോ കയറിന്റെ ഒരറ്റം ഈ കപ്പിയിലൂടെ ഇട്ട് ബക്കറ്റ് കിണറ്റിലേക്ക് ഇങ്ങനെ ഊർത്തി വിടും അല്ലെ? താഴ്ത്തി സ്പീഡിൽ വിടും. എന്നിട്ട് എവിടെയാണ് ആക്ച്വലി വി ആർ യൂസിങ് ദ ഫോഴ്സ്, അപ്ലൈങ് ദ ഫോഴ്സ്? എവിടെയാണ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്? നമ്മുടെ കയറിൽ പിടിച്ചിരിക്കുന്ന കൈ ഉപയോഗിച്ച് ബലം അപ്ലൈ ചെയ്യും അല്ലേ? കയറ് നമ്മൾ കൈ ഉപയോഗിച്ച് ശക്തമായിട്ട് വലിക്കുമ്പോൾ ഈ ബക്കറ്റ് വെള്ളത്തിൽ മുങ്ങിക്കിടന്നിട്ടുണ്ടായിരിക്കും ആദ്യം. അത് വെള്ളത്തിൽ നിന്ന് വെള്ളവുമായിട്ട് ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മള് ബലം എന്തുകൊണ്ടാണ് ഇവിടെ നേരിട്ട് ഈ ബക്കറ്റിന്റെ പിടിയിൽ ബലം പ്രയോഗിച്ചാൽ പോരായിരുന്നോ? അത് തീർത്തും അപകടകരമാണ് അല്ലേ? അതായത് കിണർ ആഴമുള്ളതായിരിക്കും. നമുക്ക് അതിനുള്ളിലിറങ്ങി ബക്കറ്റ് മാത്രം ഉപയോഗിച്ച് കോരി എടുത്തുകൊണ്ട് വരിക എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ നമ്മള് ഇവിടെ നടക്കുന്ന ഈ വർക്ക് ലളിതമാക്കുന്നതിനാണ് എന്ത് ചെയ്തത്? ഈ മുകളിലുള്ള പുള്ളിയിലൂടെ കോർത്തിട്ടിരിക്കുന്ന കയറ് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് നമ്മള് കരയിൽ മാറി നിൽക്കുന്നു. അവിടെ നിന്ന് ബലം പ്രയോഗിച്ചുകൊണ്ട് ഈ ബക്കറ്റിൽ വെള്ളം കോരിയെടുക്കുന്നു. അപ്പൊ ബലം പ്രയോഗിക്കുന്ന ഭാഗം മറ്റൊന്നും, ബലം പ്രയോജനപ്പെടുത്തുന്ന ഭാഗം മറ്റൊന്നുമായിരിക്കും. ഓക്കെ, ഇത്ര ദൂരെ നിന്ന് പ്രയോഗിക്കുന്ന ബലത്തിനെ ആ വെള്ളം കോരുക എന്ന് പറയുന്ന പ്രവർത്തനത്തിലേക്ക് നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. We are applying the force at different ends, but the force is acting on the other ends. Understood? നമ്മുടെ വർക്ക് എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മറ്റൊരു സ്ഥലത്ത് ബലം പ്രയോഗിച്ചുകൊണ്ട് അതിന്റെ പ്രയോജനം വേറൊരു സ്ഥലത്ത് നിന്ന് ലഭ്യമാക്കുന്നത്. ഓക്കെ, ഇതൊന്ന് കണ്ടു നോക്കൂ. ഈ മെഷീൻ കണ്ടിട്ടുണ്ടോ? കുറച്ചും കൂടി ഗ്രാമപ്രദേശം അല്ലെങ്കിൽ വില്ലേജ് ഏരിയയിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ കൃഷി മേഖലകളിൽ നിന്ന് നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് അറിയാൻ പറ്റും ഒന്നുകൂടി തിരിയുന്നതിന്. ഇത് എന്തായിരിക്കാം?
ഒന്ന് രണ്ട് പേർക്ക് അറിയാമല്ലേ, റബ്ബർ ഷീറ്റ് അടിച്ചു വരുന്ന ഒരു യന്ത്രമാണ്. റബ്ബർ ഷീറ്റ് അടിച്ച് എടുക്കുന്നുണ്ടത്. ഇതിൽ നമ്മൾ എവിടെയാണ് ബലം പ്രയോഗിക്കുക? ഈ റബ്ബർ ഷീറ്റ് അടിച്ചിങ്ങി വരുന്ന ഇവിടെയാണോ നമ്മൾ നേരിട്ട് ബലം പ്രയോഗിക്കുന്ന സ്ഥലം? ഒരിക്കലുമല്ല. ഈ മെഷീൻ പ്രവർത്തിക്കുന്നതിന് ഇവിടെ ഈ ചിത്രത്തിലേക്ക് വന്നിട്ടില്ല. അത് കൈ ഉപയോഗിച്ചുകൊണ്ട് മാറി നിന്ന് വേറൊരു ഭാഗത്താണ് ബലം പ്രയോഗിക്കുക. ഇത് രണ്ടാമത്തെ ഉദാഹരണമാണ്. നമ്മൾ ബലം അപ്ലൈ ചെയ്യുന്നത് ഒരു സ്ഥലത്തും ബലം പ്രയോജനപ്പെടുത്തുന്നത് മറ്റൊരു സ്ഥലത്തും. ആദ്യം കിണറ്റിൽ നിന്ന് വെള്ളം കോരിയപ്പോഴും അങ്ങനെ തന്നെ, റബ്ബർ ഷീറ്റിന്റെ മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുമ്പോഴും അതുപോലെ തന്നെ. ഇനി നോക്കൂ, ദിസ് ഈസ് വെരി ഫെമിലിയർ ടു യു, നോ? Cycle. You all would have. Good. And you would all maybe using this. Which part should be rotated here? To move on cycle, which part should be rotated? 2 wheels here, no. 2 wheels here. And for the actual purpose of the cycle, these 2 wheels should be moved forwards. ഒരു സൈക്കിളിന്റെ ഉപയോഗം അതല്ലേ, ഈ 2 വീലും മുന്നോട്ട് കറങ്ങി പോകണം. നമ്മൾ അതില് ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ മുന്നോട്ട് പോകണം. അതാണല്ലോ സൈക്കിളിന്റെ എയിം. സൈക്കിൾ ഉപയോഗിക്കുന്ന അതിനു വേണ്ടിയാണല്ലോ. So question is this: where we are applying the force? Directly on this wheel. ഈ വീലാണോ നമ്മള് കാലുകൊണ്ട് കറക്കിക്കൊണ്ട് നടക്കുന്നത്? നെവർ. നമ്മുടെ കാല് ഈ പെഡൽ പോർഷനിലാണ് ഫോഴ്സ് കൊടുക്കുന്നത് അല്ലേ? പെഡലാണ് നമ്മൾ ഇവിടെ അങ്ങനെ കറക്കി കൊടുക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം? നമ്മുടെ വർക്ക് ഈസി ആക്കുന്നതിന്, ജോലി അല്ലെങ്കിൽ അധ്വാനം കുറയ്ക്കുന്നതിനാണ് നമ്മൾ കാലുപയോഗിച്ച് നമ്മുടെ ഇരിക്കുന്ന ഭാഗത്തു നിന്ന് നേരെ താഴെ തന്നെ പെഡൽ ഉപയോഗിച്ച് നമ്മൾ അതിനെ കറക്കി കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഈ ഫോഴ്സ് അല്ലെങ്കിൽ ബലം പ്രയോജനപ്പെടുന്നത് ഈ വീലുകൾ കറങ്ങുന്നതിലാണ്. അപ്പൊ മറ്റു ഭാഗങ്ങളിലാണ് അതിന്റെ പ്രയോജനം എത്തിപ്പെടേണ്ടതും. അപ്പൊ ഇവിടെ ഒരു ശാസ്ത്ര തത്വമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലേക്ക് നമ്മൾ വരുന്നു. 1-2 എക്സാമ്പിൾസ് കൂടെ we shall observe. See this. ഇത് എന്ത് പോർഷൻ ആയിരിക്കാം? നിങ്ങളൊക്കെ കളിച്ച് പൊട്ടിച്ച് കളഞ്ഞ് ബാക്കി കിടക്കുന്ന ഒരു പോർഷൻ ആയിരിക്കും അല്ലേ? പലർക്കും ഫെമിലിയർ ആയിരിക്കും ഇത്. നിങ്ങളുടെ ടോയ് കാറിന്റെ അടിവശം ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ടോ? അത് കളയണ്ട, നിങ്ങളുടെ സയൻസ് കിറ്റിലേക്ക് എടുത്ത് വെച്ചേക്കുക കേട്ടോ. ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുക? ഇവിടെ ആക്സിലുണ്ട്, പിന്നെ 4 വീൽസ് ഉണ്ട് അല്ലേ? പിന്നെ കൺട്രോളിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ആക്ച്വലി ഈ വീൽസുമേ കയറിയിരുന്നാണോ നമ്മള് കറക്കി വിടുന്നേ? എങ്ങനെയത് ചലിക്കുന്നേ? നമുക്ക് നോക്കാം. See this. ഇത്തിരി കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പിക്ചറാണ്. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? നോക്കൂ, എൻജിൻ. ഈ എൻജിനാണ് ആദ്യം നമുക്ക് പ്രവർത്തിപ്പിക്കേണ്ടത്. എൻജിൻ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡ്രൈവിംഗ് സീറ്റിൽ കയറണം അല്ലെ? അവിടെ ഇരുന്ന് നമ്മളൊന്ന് കീയിടുന്നു, ബാക്കി കാലൊക്കെ ഉപയോഗിച്ച് അതിന്റെ ക്ലച്ച് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ആക്സിലറേറ്റർ ഉണ്ട്. ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ആര് പ്രവർത്തിക്കാൻ തുടങ്ങും? പ്രവർത്തനങ്ങളൊക്കെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട് അല്ലേ? ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാല് നമ്മള് ക്ലച്ച് ചവിട്ടുന്നു, ആദ്യഘട്ടത്തിൽ ബ്രേക്കും ചവിട്ടി പിടിക്കുന്നു, പതുക്കെ ബ്രേക്ക് റിലീസ് ആക്കുമ്പോ നമ്മുടെ ഈ വെഹിക്കിള് മുമ്പോട്ട് പോകും. ഇതെന്ത് വെഹിക്കിളാ? ഇതൊരു 4 വീലർ ആണ് അല്ലേ? ഒരു ചിത്രമൊക്കെ കണ്ടിട്ട് എന്താണ് ഇതിന്റെ ഔട്ട്ലൈനിൽ നിന്ന് മനസ്സിലാവുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറിന്റെ പേരിട്ടോളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാറിന്റെ പേരിട്ടോളുക. ഓക്കെ,
അപ്പൊ നമ്മള് പ്രവർത്തനം തുടങ്ങിയത് ഒരു കീ ഇട്ടപ്പോ പതുക്കെ എഞ്ചിൻ സ്റ്റാർട്ട് ആവുന്നുണ്ട്. പക്ഷെ അതിന്റെ നിയന്ത്രണങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ എല്ലാം പ്രവർത്തിക്കണം. അത് കഴിയുമ്പോ നമ്മുടെ ഈ 4 ചക്രങ്ങളും വെറുതെ നിന്ന് കറങ്ങോ, അവരെയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? പരസ്പരം ആക്സിൽ ഒക്കെ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ കാറിന്റെ കാര്യത്തിലും നമ്മൾ ഫോഴ്സ് ഉപയോഗിക്കുന്നത് ഒരു സ്ഥലത്തും ഫോഴ്സ് പ്രവർത്തിക്കുന്നത് മറ്റൊരു സ്ഥലത്തുമാണ്. ഓക്കെ, ഇനി ഒരു തയ്യൽ മെഷീന്റെ കാര്യത്തിൽ എങ്ങനെയാ? ഒരു തയ്യൽ മെഷീന്റെ കാര്യത്തിൽ നമുക്ക് എന്തിനാണ് തയ്യൽ മെഷീൻ യൂസ് ചെയ്യുന്നത്? തുണികൾ തുന്നാൻ അല്ലേ? ടു സ്റ്റിച്ച് ദി ക്ലോത്ത്സ്. അപ്പൊ ഇവിടെ ഈ മെഷീന്റെ കാല് വെച്ച് നമ്മൾ കാല് ഉപയോഗിച്ച് മെഷീന്റെ ഈ പോർഷൻ ചലിപ്പിക്കുന്നു. അപ്പൊ അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന മറ്റു ഭാഗങ്ങള് ചലിച്ച് അവസാനം ആ നീഡില് ആ തുണിയില് സ്റ്റിച്ചായിട്ട് മാറുന്നു. അത് നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും. അപ്പോ ഈ കാര്യത്തിലും ആ ഒരു ശാസ്ത്രതത്വം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. See this, I will read it for you. ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റു യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കാൻ സാധിക്കും. ചെയിൻ, ബെൽറ്റ്, ചക്രവും ആക്സിലും തുടങ്ങിയ സംവിധാനങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നു. ഇംഗ്ലീഷ് വെർഷൻ. The force applied on a machine can be transferred to other part of machines or other machines, thus setting them into motion. We make use of the chain, wheel and axle, belt, etc. for this purpose. Okay. പ്രിയ കുട്ടികളെ, ഇപ്പൊ നമ്മൾ പഠിച്ച ശാസ്ത്ര തത്വം അപ്ലൈ ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമുക്ക് ഈ പിക്ചറിൽ കാണാൻ സാധിക്കുക. ഗിയർ സിസ്റ്റം അഥവാ പൽചക്രങ്ങൾ. 3 പൽചക്രങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് larger and 2 more gears are attached to it. വലിപ്പ വ്യത്യാസം ശ്രദ്ധിക്കുക. You have to prepare a gear system like this. ഇതുപോലെ ഒരെണ്ണം നിങ്ങൾ തയ്യാറാക്കണം കേട്ടോ. തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് അടുത്ത ചിത്രത്തിൽ വ്യക്തമാകും. നമ്മൾ ഇവരെ ജോയിൻ ചെയ്യിക്കുമ്പോ ഇതിന്റെ ഒരു ടൂത്ത് ഇവിടെ നിൽക്കുന്നെങ്കിൽ തൊട്ടടുത്ത പൽചക്രത്തിന്റെ ഒരു പല്ല് ഇവിടെ നിൽക്കണം. അപ്പൊ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി നിൽക്കണം. സി, എന്നാലാണ് നമുക്ക് ഇതിനെ ഒന്ന് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോ ഈ ഗിയർ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യപ്പെടുക. അപ്പൊ അത് ഈ പൽചക്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇഫ് ദിസ് വൺ ഈസ് മൂവിങ് ദിസ് ഡയറക്ഷൻ, ദി അറ്റാച്ച്ഡ് വൺ വിൽ ബി മൂവ്ഡ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതിന്റെ സ്പീഡും വ്യത്യാസമുണ്ട്. അത് നമുക്ക് നോക്കാം. വെരി ഇമ്പോർട്ടന്റ് പോർഷൻ ആണത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രാശയം കൂടിയാണത്. അപ്പൊ ഇത്തരത്തില് ഒരു പൽചക്രം എല്ലാ കുട്ടികളും തയ്യാറാക്കണം. നമ്മൾ വേറെ ഒന്നും നോക്കാനില്ല. കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ ഫോം ബോർഡ് എടുക്കാം. ഫോം ബോർഡ് എടുത്ത് ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് മുറിക്കാൻ പറ്റുന്ന ഫോം ബോർഡ് കിട്ടും. അതായത് ഈ ഫ്ലക്സ് ഒട്ടിക്കുന്ന
ഷീറ്റ് എന്ന് പറഞ്ഞ് ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടത് കിട്ടും. പല തിക്നെസ് ഉണ്ട്. ഇപ്പൊ കുട്ടികളായതുകൊണ്ട് ചെറിയ തിക്നെസ് വാങ്ങിച്ചാലും മതി. 1 മീറ്ററിലുള്ളത് വാങ്ങി വെക്കുവാണെങ്കിൽ ഇനി നമുക്ക് പല പല മോഡൽസ് ഫോം ബോർഡിൽ തയ്യാറാക്കാം. എന്നിട്ട് തയ്യാറാക്കി ഇതും സയൻസ് കിറ്റിലേക്ക് ഉൾപ്പെടുത്തണം കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് എന്ത് മെഷീൻ വേണമെങ്കിലും ഇത്തരം ഗിയർ സിസ്റ്റത്തിലൂടെ വലിയ വലിയ മെഷീൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ ഭാവിയിൽ ബിടെക് മെക്കാനിക്കലൊക്കെ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ITI പോലും അല്ലെ പോളിടെക്നിക് പോലുള്ള ടെക്നിക്കൽ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ നിങ്ങളിപ്പോ ഈ UP സെക്ഷനിൽ ഇതൊക്കെ തയ്യാറാക്കിയാൽ ഏറ്റവും ഉചിതമായിരിക്കും. ഇപ്പൊ നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള പഠന കാര്യങ്ങളൊക്കെ നല്ല ക്ലാരിറ്റി കിട്ടും. നമ്മുടെ അംബീഷനെ കുറിച്ച് നമുക്കൊരു വ്യക്തത കിട്ടും. ജീവിതത്തിൽ ആരാകാൻ പോകുന്നു, നമുക്കൊരു തൊഴില് നേടണമല്ലോ, അതിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്നതിന് ഇത്തരത്തിലുള്ള ഉപകരണ നിർമ്മാണങ്ങൾ സഹായിക്കും. തീർച്ചയായിട്ടും നിർമ്മിക്കുക. അതിന്റെ പല്ലുകൾ ക്രമീകരിക്കുമ്പോൾ ഈ രീതിയിൽ ഒന്നൊന്നിലേക്ക് കയറിയിരിക്കുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാൻ. See this. ഒരു യന്ത്രഭാഗത്തിന്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗത്തിലും ദിശകളിലും ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കാൻ പൽചക്രങ്ങൾ ഉപയോഗിക്കുന്നു. നമ്മൾ കാറിൽ കാണുന്നത് ഇത് തന്നെയാണ്. കാറിൽ എത്ര ഗിയർ ഉണ്ട് എല്ലാവർക്കും അറിയാം അല്ലെ? ഓൾമോസ്റ്റ് എത്രയുണ്ടെന്ന് അല്ലേ? 5 എണ്ണം എന്തായാലും കാണും. പിന്നെ 1 റിവേഴ്സ് ആണ് അല്ലേ? അപ്പൊ അതില് നമ്മള് എല്ലാ ഗിയറിലും വെവ്വേറെ കറക്കം കൊണ്ട് കൊടുക്കണമെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല അല്ലേ? ഒരു യന്ത്രഭാഗത്തിന്റെ കറക്കം ഉപയോഗപ്പെടുത്തി ഒറ്റ യന്ത്രഭാഗം നമ്മളൊന്ന് കറക്കി കൊടുത്താൽ മതി. ബാക്കി അതിൽ നിന്ന് മറ്റ് ദിശകളിലേക്ക് പല വേഗത്തിൽ, ആവശ്യമുള്ള വേഗത്തില് അതിന്റെ ബലം പോയിക്കൊള്ളും. ചെയ്തു. By making use of the rotation of one part of a machine, gear help us to set in motion more than one part of a machine at different speed and in different directions. അപ്പൊ മക്കള് ഇതുപോലുള്ള ഈ ഗിയർ സിസ്റ്റം നിർമ്മിച്ചിട്ട് ഈ കാണുന്ന സയന്റിഫിക് പ്രിൻസിപ്പിൾ അവിടെ എഴുതണം കേട്ടോ. ഇതാണ് ഗിയർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ശാസ്ത്രാശയം അല്ലെങ്കിൽ സയൻസ് പ്രിൻസിപ്പിൾ. ഓക്കെ.